എനിക്കു നിൻ കൃപ മതിയേ. ദുരിതം നിറയും മരുവിലെ വാസത്താൽ, ദുരിതം നിറയും മരുവിലെ വാസത്താൽ, എനിക്കു നിൻ കൃപ മതിയേ. എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. എനിക്കു നിൻ കൃപ മതിയേ. പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം സ്വയം കൊള്ളരാത്തവനായി പോകാതിരിപ്പാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ വേണം. നമ്മളന്ന് കേട്ട വചനത്തിന്റെ പൊരുള് ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കണം. അതായത്, ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നവർ, അടിമ, ജഡം അടിമ ആയിരിക്കുന്ന മനുഷ്യരുണ്ട്. അതായത്, നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കണം, എൻ്റെ അടിമയാണോ ജഡം? ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. എന്നാൽ എൻ്റെ യജമാനാണോ ജഡം? അതെങ്ങനെ തീരുമാനിക്കും? നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടാക്കുന്ന, പ്രവാസികളും പരദേശികളുമായിരിക്കും നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടാകുന്നു. അപ്പോൾ ജഡം പോരാടിക്കൊണ്ടിരിക്കുക ആരോട്? ആത്മാവിനോട്. വേറൊന്നുമല്ല, ആത്മാവിനെ അടിമയാക്കണം. അപ്പൊ രണ്ട് വശത്തു നിന്നുള്ള യുദ്ധമാണ് ഒരു ക്രിസ്തീയ ജീവിതം. ഒന്ന്, കർത്താവ് നമ്മുടെ ഉള്ളിൽ വീണ്ടെടുത്ത് നിന്ന് നമ്മുടെ ആത്മാവ്. മറ്റൊന്ന് ജഡം. ഇവർ രണ്ടുപേരും ഭരിക്കാനായിട്ട്, യജമാനനാകാനായിട്ട് പോരാടിക്കൊണ്ടിരിക്കുക. ജഡം യജമാനായിരിക്കുന്നവര്, ആത്മാവ് അടിമയാണ്. അവരാണ് മോഹത്തിന് കീഴ്പ്പെട്ടവർ. അതുകൊണ്ടാണ് പറയുന്നത്, മോഹിച്ചു പോകരുത്, അടിമപ്പെട്ടു പോകും. കൊതിക്കരുത്. അവരെ കൊതിക്ക് അവർ ഭക്ഷണം ചോദിച്ചു. ഇസ്രായേൽ മക്കൾ അടിമപ്പെട്ടു പോയത് അങ്ങനെയാ. അടിമത്വം അങ്ങനെ തന്നെ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ അവര് ഈ പോരാട്ടം ഉണ്ടെന്നുള്ളത് അത്രയധികം ഗ്രഹിച്ചില്ല. ഏത് പോരാട്ടം? ജഡത്തിൽ കൂടി ശത്രു പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ വീണ്ടെടുത്ത് കൊണ്ടുപോകുന്ന അവരെ ആത്മാവ് ജഡത്തോടും പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതത്തിൽ എവിടെയും കാണുന്നത്, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ എവിടെയും കാണുന്നത്. ഇതറിയാവുന്ന വ്യക്തിയാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, ദൈവമാണ് എൻ്റെ ബലം, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബോധമാണ്, ഞാൻ വസിക്കുന്ന, എൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ കൂടാരം, ഈ ശരീരം യഥാർത്ഥത്തിൽ ശത്രുവാണ്. കാരണം ശരീരമല്ല ശത്രു, ശരീരത്തിൽ വീണ്ടെടുപ്പ് കഴിയാത്ത ഈ ശരീരത്തിൽ പാപം വ്യാപരിക്കുന്നുണ്ട്. പാപത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പിശാചാണ്, ഈ ലോകത്തിലെ ദൈവമാണ്. അതുകൊണ്ട് പിശാച് മനുഷ്യന്റെ ശരീരത്തെ സ്വാധീനിച്ചുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനെ കീഴടക്കാൻ, അവനെ അടിമയാക്കാൻ പോരാടിക്കൊണ്ടിരിക്കുക. ആ പോരിന്റെ ആയുധമാണ് കൊതി, അല്ലെങ്കിൽ മോഹം, അല്ലെങ്കിൽ പ്രേമം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവര് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തില് ഇത് കീഴ്പ്പെടാതെ എതിർത്ത് നിൽക്കുന്നു. എതിർത്ത് നിന്ന് ദൈവം കൊടുക്കുന്ന അറിവിനാൽ ജഡത്തെ ദണ്ഡിപ്പിക്കും.
ജഡത്തെ ജനിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മോഹിക്കാൻ എനിക്കത് വേണ്ട, വേണ്ട. വർജനം അത് വേണ്ട. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് ജഡത്തെ അടിമയാക്കണം. ക്രിസ്തീയ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് അതാണ്. ഇന്ത്യ മുഴുവനും സുവിശേഷീകരിക്കാം എന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ല. അത് ചെയ്യേണ്ടത് ദൈവം. എനിക്ക് ഈ ഉത്തരവാദിത്വം ഒന്നുമില്ല. എന്നെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ ഇന്ത്യ മുഴുവനല്ല, ലോകം മുഴുവൻ സുവിശേഷീകരിക്കാൻ ദൈവത്തിന് കഴിയും. അതിന് എന്നെ ഉപയോഗിക്കണമെങ്കിൽ, മോശയെ പോലെ എന്നെ ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ എന്റെ ജഡത്തെ അടിമയാക്കണം. ജഡം യജമാനനും എന്റെ ആത്മാവ് അടിമയുമായിട്ട് ലോകം മുഴുവനും നടക്കും. എത്രയോ പേര് ഞാൻ എന്റെ അനുഭവത്തിലുള്ളതാ. ഞങ്ങൾ കുറച്ച് നാൾ വടക്കേന്ത്യയിലായിരിക്കുമ്പോ അവിടെ ഓരോരുത്തരും ഈ പേരും പറഞ്ഞ് നടക്കുന്നത്, ഈ സുവിശേഷം പറഞ്ഞ് നടക്കുന്നത്, കർത്താവിന്റെ ദാസന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നത്, കർത്താവിന്റെ ദാസിമാരെന്ന് പറഞ്ഞ് നടക്കുന്നത് അത്യപൂർവമാണ്. ജഡത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്നവര്. ബാക്കിയുള്ളതെല്ലാം ജഡം യജമാനന്മാരായിട്ടിരിക്കുന്നവരാ. ജഡം എന്ത് നിയന്ത്രിക്കുന്നുവോ അതിൽ കൂടി നടക്കുന്നവരാ. കാരണം ഈ ജഡം, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്ത് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മുടെ ജഡത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല, ആത്മാവിന്റെ വീണ്ടെടുപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. വീണ്ടെടുത്ത പ്രാണനെയും കൂടി അടിമയാക്കാൻ വേണ്ടി ജഡത്തിൽ കൂടി ശത്രു പോരാടിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് ജഡത്തെ അതിന്റെ പാപ രാഗങ്ങളോടുകൂടി ക്രൂശിക്കാനായിട്ട് കർത്താവ് തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുക. ആ ആത്മാവിന്റെ സഹായത്തോടുകൂടി ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടകന്ന് ഈ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി വായിൽ കൂടി വരുന്ന വാക്കുകൾ പുറപ്പെടുവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവനെ ദൈവം ഉപയോഗിക്കുന്നത്. നമ്മൾ കേട്ടതല്ല, നിങ്ങൾ ആദ്യം കേട്ടതാ, സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, ഉപദേശം മുദ്രയിടുക. മുദ്രയിട്ട് വെച്ചിരിക്കുന്ന ഉപദേശമുണ്ട്. മുദ്രയിട്ട് വെച്ചിരിക്കുന്ന ഉപദേശം ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ച്, കർത്താവ്, ഈ ഉപദേശം, അതായത് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ നിലയനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ യൂണിവേഴ്സിറ്റികളുണ്ട്, എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്, എത്രയോ ഗുരുശിഷ്യ ബന്ധങ്ങളുണ്ട്, ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതുമായ. അവരെ സംബന്ധിച്ച് ഇതൊരു ഭാരമാണോ? ഇന്ന് ഈ പറയുന്ന കാര്യം ഒരു ഭാരമാണോ? കാരണം അത് അവര് കണക്ക് കൂട്ടി പഠിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര ഭയങ്കര അറിവുള്ളവരും അത് ആർജവശേഷിയുള്ളവരുമാ. അവർക്ക് ഇത് എന്ത് പ്രയാസം? അത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല. പക്ഷേ സാധിക്കില്ല. കാരണം ഒന്നറിയാമോ? കാരണം മുദ്രയിട്ടിരിക്കുക. ദൈവത്തിന്റെ വചനം മുഴുവനും മുദ്രയിട്ടതാണ്. അത് രഹസ്യമാണ്, മിസ്റ്ററിയാണ്. ഇത് പുറത്തേക്ക് വരണമെങ്കിൽ, ഇത് പുറത്തേക്ക് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ, അവൻ IITക്ക് പഠിക്കുന്ന അവന് എന്റെ അടുത്ത് ഈ കാര്യം നടക്കുമോ? ഒരാൾ ചോദിച്ചതാ. ആ മനുഷ്യൻ IITക്ക് പഠിക്കുന്നതാ. IITയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലുള്ള ഇതെന്നറിയോ? അവന് എന്റെ ടെസ്റ്റ് ഏതെന്നറിയോ? അപ്പൊ അവന് ഇതൊരു കാര്യമാണോ? അത് ശരിയാ. പക്ഷെ അവന്റെ അധരത്തിൽ കൂടി ഇത് പുറത്തേക്ക് വരാത്ത എന്താ? അവനിത് പോഷത്തായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാ? അവിടെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കർത്താവ് വീണ്ടെടുത്ത് കൊടുത്ത ആത്മാവുള്ളവനായിരിക്കണം ഒന്നാമത്തത്. രണ്ടാമത്തത്, അവൻ വാസിക്കുന്ന ജഡം അവന്റെ അടിമയായിരിക്കണം. 2. മൂന്നാമത്തത്, അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവന് വിരോധമായിരിക്കരുത്. അപ്പോ
ഒരു കാര്യം ഓർത്തോളണം. മുദ്ര പൊട്ടിക്കാനുള്ള വ്യവസ്ഥയായി പറയണേ. മുദ്ര പൊട്ടിക്കാനുള്ള വ്യവസ്ഥ. ദൈവത്തിന്റെ വചനം ഏറ്റവും ആദ്യം ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ വചനം എല്ലാം മുദ്രയിട്ട് വെച്ചിരിക്കുക. ഈ മുദ്ര പൊട്ടിക്കണമെങ്കിൽ വ്യവസ്ഥയായിട്ട് 3 വ്യവസ്ഥ. ഒന്ന്, വീണ്ടെടുക്കപ്പെട്ട പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കണം, ജീവിച്ചതായിരിക്കണം. രണ്ടാമത്തത്, വസിക്കുന്ന ജഡം ആത്മാവിന്റെ അടിമയായിരിക്കണം, അവന്റെ അടിമയായിരിക്കണം. മൂന്നാമത്തത്, അവന്റെ നാവ് അവന് വിരോധമായിരിക്കരുത്. ഇങ്ങനെ ഉള്ളവനെയാണ് മുദ്ര പൊട്ടിക്കുന്നത്. അവിടെയാണ് മുദ്രയിട്ട് വെച്ചിരിക്കുക. ആത്മീയ മണ്ഡലങ്ങളിൽ നടക്കുന്ന രഹസ്യ വ്യാപാരങ്ങൾ നാം അറിയുന്നില്ല. എന്താണെന്നറിയാമോ? മനുഷ്യ വംശത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം, പിശാചിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രാവും പകലും മനുഷ്യനെ കുറ്റം പറഞ്ഞ് അവർക്ക് വേണ്ട ശിക്ഷാവിധിയും ന്യായവിധിയും കൂട്ടി എഴുതി വെച്ചിരിക്കുക. ഉദാഹരണമായിട്ട്, യോസേഫിന്റെ കാലത്ത് മനുഷ്യവംശത്തിന്റെ പാപം, അന്യാരാധന, ദൈവത്തിനുള്ള വിരോധം, ഇതെല്ലാം കൂടെ കൂട്ടിയതിനു ശേഷം സാത്താൻ ദൈവത്തിന്റെ മുമ്പാകെ അവകാശം പറഞ്ഞിരിക്കുക. എന്താണെന്നറിയാമോ? 7 വർഷത്തെ ക്ഷാമം. 1-2 വർഷമല്ല, 7 വർഷത്തെ ക്ഷാമം. ഈ 7 വർഷത്തെ ക്ഷാമത്തില് അവനറിയാം ഒരൊറ്റ എണ്ണം ഉണ്ടാവില്ല. മനുഷ്യ വംശത്തെ ഇല്ലാതാക്കി കളയാൻ പറ്റും ഒരുവിധമൊക്കെ, വിശേഷാൽ യാക്കോബിന്റെ സന്തതികളെ. നാളെ അവനെതിരായിട്ട് വരാനുള്ളവരാ ഇവര്, അവനറിയാം. അതിനൊരു ക്ഷാമം ഭൂലോകത്തിലെങ്ങും, ഒരു സ്ഥലത്ത് മാത്രമല്ല, ലോകത്തിൽ ഭൂമിയിലെങ്ങും വരാം. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ദൈവം സമ്മതിക്കേണ്ടി വന്നു. യോബിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യം ഓർത്തുകൊള്ളണം. നീ എന്നെ വെറുതെ സമ്മതിപ്പിച്ചു. സാത്താനോട് കർത്താവ് പറയുക, നീ എന്നെ വെറുതെ സമ്മതിപ്പിച്ചു. അവൻ നീതിമാനും നിഷ്കളങ്കനും ദോഷമിട്ടകലുന്നവനും ദൈവഭക്തനുമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എതിര് പറഞ്ഞ് അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ സമ്മതിപ്പിച്ചു. അപ്പൊ ദൈവം സമ്മതിക്കേണ്ടി വരും. നീതി പറഞ്ഞാൽ, ന്യായം പറഞ്ഞാൽ. ഇതുപോലെ ന്യായം പറഞ്ഞ് മനുഷ്യവംശത്തെ മുഴുവനും ഇല്ലാതാക്കുവാൻ വേണ്ടി ലോകത്തിൽ 7 വർഷം ക്ഷാമം ഉണ്ടാകാനായിട്ട് ദൈവത്തെ സമ്മതിപ്പിച്ചിരിക്കുക. പക്ഷെ സംഗതി മുദ്രയിട്ട് വെച്ചിരിക്കുക. ഒറ്റ മനുഷ്യനും അറിയാൻ പാടില്ല, ഒരൊറ്റ മനുഷ്യനും അറിയാൻ പാടില്ല, ആരോടും പറയുകയില്ല. മനുഷ്യവംശത്തില് ഒരാൾക്ക് അത് വെളിപ്പെട്ടോ? മനുഷ്യവംശത്തില് ഇവിടെ 7 വർഷം ക്ഷാമം വരാൻ പോവാ. പ്രവചനക്കാർ എന്തോരം പേരുണ്ട്, വെളിച്ചപ്പാടന്മാര് എന്തെല്ലാം ഈ പ്രവചനം പറയുന്നവരുണ്ട്. ഇവരാരെങ്കിലും പറഞ്ഞോ? പറയില്ല, പറയാൻ പറ്റില്ല. കാരണം മുദ്രയിട്ട് വെച്ചിരിക്കുക. മുദ്ര തുറക്കണമെങ്കിൽ ഒരുവൻ വേണം. ആര് വേണം? നമ്മൾ ആദ്യം പറഞ്ഞ വ്യവസ്ഥ. വീണ്ടെടുക്കപ്പെട്ടവനായിരിക്കണം, ആത്മാവ് വീണ്ടെടുത്തതായിരിക്കണം. രണ്ടാമത്തത്, ജഡം അവന്റെ അടിമയായിരിക്കണം. മൂന്നാമത്തത്, അവൻ പറഞ്ഞ വാക്കുകൾക്ക് അവന്റെ സ്വന്തം നാവ് അവന് വിരോധമായിരിക്കരുത്. അങ്ങനെ കിട്ടുമോ ഇങ്ങനെയുള്ള ഒരാളെ? ഇങ്ങനെ ഒരാളെ കിട്ടുമോ? യാക്കോബിന് ഇത്രയും മക്കളുണ്ട്. നമുക്ക് രൂപേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാലോ? രൂപേനെ പറഞ്ഞു വിടാൻ കൊള്ളാവോ? രൂപേന്റെ അടിമയാണോ ജഡം? അതോ ജഡത്തിന്റെ അടിമയാണോ രൂപൻ? അപ്പന്റെ ശയ്യ മലിനമാക്കിയവനാ. സഹോദരനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നവരാ സഹോദരങ്ങള്. ആരെ പറഞ്ഞു അയക്കും? ദൈവം എന്ത് ചെയ്തു? ഈ മുദ്ര പൊട്ടിക്കാനായിട്ട്, ഈ മുദ്ര പൊട്ടിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോണെന്ന് അറിയാം. ഈ മുദ്ര പൊട്ടിച്ച് സംഗതി രഹസ്യം പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ മാനവരാശി മുഴുവൻ പട്ടണത്തിയാവും. ഇത് ആത്മീയ മണ്ഡലം നടക്കുന്ന രഹസ്യമാണ്. ദൈവം നീതിമാനാ. ഒരാളോട് പറഞ്ഞാൽ മതി, ഒരു വെളിപ്പാട് കൊടുത്താൽ മതി, ലോകത്ത് മുഴുവൻ ക്ഷാമം വരാൻ പോവാ, നശിക്കാൻ പോവാ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് ദൈവം ചെയ്യില്ല. നീതി വിട്ടിട്ടുള്ള കാര്യമൊന്നുമില്ല. ദൈവം നീതിക്ക് അപ്പുറത്തേക്കില്ല. അങ്ങനെ അവസാനം ഒരു യോസെഫിനെ എഴുന്നേൽപ്പിച്ചു. യോസെഫ് വന്നു, യോസെഫ് വളർന്നു,
സഹോദരന്മാർ അസൂയപ്പെട്ടു. സഹോദരന്മാർ യോസേഫിനെ വിറ്റുകളഞ്ഞു. പോത്തിഫറിന്റെ ഭവനത്തിലെത്തി. ഒരുക്കി വെച്ചിരിക്കുക. ഒരു ഭയങ്കര സന്ദർഭമാണ്. വായിക്കുന്നവരത് അറിയുന്നുണ്ടോ? കാരണം ഇന്ന് ആ സ്ത്രീ പറയുന്ന കാര്യത്തിന് യോസേഫ് കീഴ്പ്പെട്ടാൽ മുദ്രയിട്ടിരിക്കുന്ന രഹസ്യം അവിടെ ഇരിക്കും. മുദ്രയിട്ടിരിക്കുന്ന രഹസ്യം അവിടെ ഇരിക്കും. ലോകത്ത് പട്ടണം കിടന്ന് മനുഷ്യൻ മരിക്കും. പ്രത്യാശ മുഴുവൻ ആരുടെ മേൽ? മനുഷ്യ വംശത്തിന്റെ മുഴുവനും പ്രത്യാശ ആരുടെ മേൽ? യോസേഫിന്റെ മേലാ. ആത്മീയ മണ്ഡലങ്ങളിൽ വിങ്ങി നിൽക്കുകയാണ്. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള കളിക്ക് സ്റ്റേഡിയത്തില് ഗാലറിയിൽ മുഴുവനും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അവിടെ കളി നടക്കുക. അതായത് സൂചി നിലത്ത് വീണാൽ അറിയാമെന്നുള്ള നിലയിലാണ്. ഹൃദയമിടിപ്പോട് കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗാലറിയിൽ ഇരുന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം യോസേഫ് ഈ സ്ത്രീ പറയുന്നതിന് കീഴ്പ്പെട്ടാൽ ജയിച്ചു. ആര് ജയിച്ചു? സാത്താനും അവന്റെ പാളയവും ആർപ്പിടും. കാരണം യോസേഫ് ജഡത്തിന്റെ അടിമയാണ് യോസേഫ്. അവനെ കൊണ്ട് മുദ്ര പൊട്ടിക്കാൻ പറ്റില്ല, സമ്മതിക്കില്ല. എന്താ ആത്മീയ മണ്ഡലങ്ങൾ നടക്കുന്നത്? ദൈവസഭയെ ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മെ നോക്കിക്കൊണ്ടിരുന്ന് ഓരോ സന്ദർഭങ്ങൾ നമ്മുടെ പാപത്തിനുള്ള സന്ദർഭം വരുമ്പോ ആത്മീയ മണ്ഡലങ്ങളിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ? രണ്ട് ചേരി തിരിഞ്ഞ് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, സർവശക്തനായ ദൈവം, സകല ദൂതന്മാരും രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവൻ ഈ പോക്ക് പോയാൽ മുദ്ര പൊട്ടിക്കും. ഉപദേശം മുദ്രയിട്ടിരിക്കുന്ന ഈ മുദ്ര പൊട്ടിക്കും. ഇത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ യോസേഫ് മുഖാന്തരം ഭൂമിയിൽ ധാന്യസമൃദ്ധി ഉണ്ടായി സകലതും ജീവിച്ചു പോയതുപോലെ സാത്താന്റെ കയ്യിൽ നിന്ന് സകലതും പോകും. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവള് വസ്ത്രത്തിനൊക്കെ പിടിച്ചു. യോസേഫിന്റെ വസ്ത്രത്തിനെ പിടിച്ചു. നിവൃത്തിയില്ല. പിടിക്കുന്നത് യജമാനത്തിയ. പറഞ്ഞത് അനുസരിച്ചേ പറ്റുള്ളൂ. ഒടുവിൽ അവൻ വസ്ത്രമില്ലാതെ ഓടിപ്പോയി. വസ്ത്രമില്ലാതെ ഓടിപ്പോയി. എന്തിനു വേണ്ടിയിട്ട്? ജയിലിൽ കിടന്നാലും മരിച്ചാലും ഞാൻ ജഡത്തിനടിമയായി ജീവിക്കാൻ ഇടവരില്ല ദൈവമേ. സഭയെ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? സംഭവിച്ച കാര്യം ആ ജഡം പോലും അവക്കടെ പക്ഷ. ഓർത്തുകൊള്ളണം. യോസേഫ് ആ സ്വന്തം ശരീരമായിട്ട് ഓടിയില്ലേ? ഒരു പിടി വിട്ടു കഴിഞ്ഞാൽ ആ ശരീരം പോലും പോത്തിഫറിന്റെ ഭാര്യയുടെ പക്ഷമാണ്. അതുകൊണ്ടാണ് ഏത് സാഹചര്യം വരുമ്പോഴും നമ്മൾ ജഡത്തെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്. സാഹചര്യം വരുമ്പോൾ ഈ ജഡം പോലും ആ പാവത്തിന്റെ പക്ഷം നിൽക്കും. ആരും ഉണ്ടാവില്ല. എത്ര പേർ എനിക്കറിയാവുന്നവര്, എത്ര കർത്താവിന്റെ ദാസന്മാര്, എത്ര ശ്രേഷ്ഠമായ നിലയിലും മിന്നിയവര് അടിമയായി പോയ സന്ദർഭം, അവസ്ഥ എനിക്കറിയാം. എന്റെ ദൈവം എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഓടി, അടിമയായി പോകാതെ വണ്ണം ഓടി, നഗ്നനായി ഓടി. കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നു. അടിമയായി പോയി. പക്ഷെ ജഡത്തിനടിമയായില്ല. തുണി അവന്റെ കയ്യില്. കാരാഗ്രഹത്തിൽ പോയി നാളുകൾ അവിടെ കിടന്നു. ഒടുവിൽ വന്നു. സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ഫറവോന്റെ അടുക്കൽ കർത്താവ് കൊണ്ടുവന്നപ്പോ, നീ സ്വപ്നം കേട്ടാ വ്യാഖ്യാനിക്കുമെന്ന് കേട്ടല്ലോ.
സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാ. ഓ, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാ, മനുഷ്യർക്കുള്ളതല്ല. നീ ദൈവമാണ്, നീ ദൈവമാണ്. നീ വ്യാഖ്യാനിക്കാൻ, ദൈവത്തിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമെങ്കിൽ കഴിയുമെന്ന് പറഞ്ഞ് നിനക്ക് കഴിയണമെന്നാണോ? ഇങ്ങനെയല്ല. പ്രാണനെ വീണ്ടെടുക്കുന്നവൻ, വിളിക്കുന്നവൻ തന്റെ ആത്മാവിനെ അവന് കൊടുത്തിട്ടുണ്ട്. തന്റെ ആത്മാവിനെ അവന് കൊടുത്തിട്ടുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ, ആ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ, വസിക്കുമാറാക്കിയ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ അതിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ ഒരു സന്ദർഭത്തിൽ, ഒരു ദിവസം നീ ഫറവോന്റെ മുമ്പാകെ, ഈ ലോകത്തിന്റെ പ്രമുഖന്മാരുടെ മുമ്പാകെ നിൽക്കും. എന്തിനു വേണ്ടി? മുദ്ര പൊട്ടിക്കാൻ. മുദ്ര പൊട്ടിക്കാൻ നിൽക്കും. സ്വപ്നം വ്യാഖ്യാനിച്ചു, സ്വപ്നം വ്യാഖ്യാനിച്ചു. എന്തൊക്കെയല്ല, വീണ്ടെടുക്കപ്പെട്ട പ്രാണൻ അടിമയായി പോയിട്ടില്ല. അവന്റെ അടിമയാണ് ശരീരം. യോസേപ്പിന്റെ അടിമയാണ് യോസേപ്പിന്റെ ശരീരം. യോസേപ്പിന്റെ പ്രാണൻ ജയാളിയാണ്. അവന്റെ നാവ് അവന് വിരോധിയല്ല. അവന്റെ നാവ് അവന് വിരോധിയല്ല. യാതൊരു ഇടർച്ചയുമില്ല. അവന്റെ വായ കൊണ്ട് തന്നെ ആ രഹസ്യം മുദ്ര പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നു. മുദ്ര പൊട്ടിച്ച് ആ രഹസ്യം ഇതാ പുറത്തു കൊണ്ടുവന്നു. എല്ലാ പരിപാടിയും പോയി. രഹസ്യമാക്കി സൂത്രത്തിൽ കൊണ്ടുവന്ന് എല്ലാവരും സന്തോഷിച്ച് ഭക്ഷിച്ച് പാനം ചെയ്ത് ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാ, ഒരു ബീച്ചില് ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഡാൻസും കൂത്തും മദ്യവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു കൂട്ടം. ആ സമയത്താണ് ഒരൊറ്റ മനുഷ്യനും അറിയാതെ ആ കടലിൽ നിന്ന് കയറിയത്. ആ നിലവിളിയും ആ നാശവും നമ്മൾ കണ്ടവരാ, മാധ്യമങ്ങളിൽ കൂടി കണ്ടവരാ. ഇത് കയറി ഒരു നിമിഷം കൂടെ അങ്ങ് എടുത്തോണ്ട് പോയി. ആരും അറിഞ്ഞില്ല. അതെന്താ? അത് മുദ്രയിട്ട് വെച്ചിരിക്കുക. ഈ മുദ്ര എന്തിയെ തുറന്ന് അറിയായിരുന്നേ? അതിന് പറ്റിയ ഒരുത്തൻ അവിടെ ഇല്ലായിരുന്നു. ആ ദേശത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, ആ ദേശത്തെ ഹൃദയത്തിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ആ മുദ്ര പൊട്ടിക്കുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. മുദ്ര പൊട്ടിച്ചു, രഹസ്യം പുറത്തായി. 7 വർഷം സമൃദ്ധി ഉണ്ടാകും ഫറവോനെ. 7 വർഷം ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാവും, നിനക്ക് വേണ്ടതെല്ലാം കിട്ടും. പക്ഷെ 7 വർഷം കഴിയുമ്പോൾ കാര്യം മാറും. അടുത്ത 7 വർഷം എന്ന് പറയുന്നത് ഇതുവരെ 7 വർഷം ജീവിച്ച കാര്യം പോലും മറന്നുപോകും. അതുപോലെ കൊടും ദാരിദ്ര്യമായിരിക്കും. ഇവിടെ മാത്രമല്ല, ഭൂമിയിലെങ്ങും ഒരു ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. എല്ലാം പട്ടിണി കിടന്ന് ചാകും. അതുകൊണ്ട് ഫറവോൻ ചെയ്യേണ്ട ഒരു കാര്യവും കൂടി പറഞ്ഞു കൊടുത്തു. ചെയ്യേണ്ട ഒരു കാര്യവും കൂടി. അപ്പുറത്ത് സാത്താനും അവന്റെ സൈന്യവും നോക്കുക. എത്ര പാടുപെട്ട, എത്ര അധ്വാനിച്ചാണ്, രാവും പകലും കാത്തിരുന്നാണ് ഇങ്ങനെ ഒരു നാശം ഭൂമിക്ക് വരുത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടുവന്നത്. ഇന്ന് ആ രഹസ്യം യോസേപ്പ് പുറത്താക്കി. എല്ലാം കയ്യിൽ നിന്ന് പോയി. 7 വർഷം സമൃദ്ധമായി കഴിഞ്ഞു, ധാന്യം ശേഖരിച്ചു. അടുത്ത 7 വർഷം കൊടും പട്ടിണി വന്നു. 14 വർഷം കഴിഞ്ഞു, ഭൂമി വിളഞ്ഞു, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോയില്ല. മാത്രമല്ല, മാനവരാശി ശ്രേഷ്ഠമായ പദവിയിലേക്ക് നീങ്ങി. ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയവൻ മുഖാന്തരം അധരത്തെ ദൈവം തുറന്നു. ദൈവമേ, കർത്താവിന് സ്തോത്രം. സഹോദര സഹോദരിയെ, ഈ വചനം കേൾക്കുമ്പോ ഓർത്തുകൊള്ളണം. നിശ്ചയം ഏതെങ്കിലും ഭവനത്തെക്കുറിച്ചോ, വ്യക്തിയെക്കുറിച്ചോ, ദേശത്തെക്കുറിച്ചോ, സഭയെക്കുറിച്ചോ ശത്രു അവകാശം പറഞ്ഞ് നാശം കൊണ്ടുവരുവാൻ, ദൈവത്തിൽ നിന്ന് അവകാശം പ്രാപിച്ച് ആ രഹസ്യം മുദ്രയിട്ട് വെച്ച് തക്ക സമയത്ത് അത് പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന രഹസ്യം മുദ്ര പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കും. ഒറ്റ വ്യവസ്ഥ മാത്രം. ഇന്ന് നമ്മൾ കേട്ടതുപോലെ, ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. ജഡത്തിന് അടിമയായി പോകല്ലേ.
സ്വന്തം നാവ് വിരോധമായി പോകല്ലേ. വ്യവസ്ഥയുണ്ട് നിനക്ക്. സമയം അങ്ങ് പോവും. സമയം അങ്ങ് പോവും. തന്നെത്താൻ സൂക്ഷിച്ച് ജഡത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കി നിന്റെ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കിനാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് വചനത്തിലുള്ളതുപോലെ സ്വന്തം നാവിനെ നിയന്ത്രിച്ച് ദൈവഭക്തനായി ദൈവത്തോട് ചേർന്നിരിക്കുക. വരുത്തും ദൈവം. ഒരു മുദ്ര നിനക്കുണ്ട്. ഒരു മുദ്ര പൊട്ടിക്കാൻ നിനക്കുണ്ട്. അത് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. അത് പൊട്ടിക്കാതിരിക്കാൻ വിവിധമായ പാപങ്ങളിലും ദോഷങ്ങളിലും നിന്നെ അകപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഓർത്തു കൊള്ളണം, ഇസ്രായേലിന്റെ പ്രത്യാശയൊക്കെയും ആരുടെ മേലെന്ന് ചോദിച്ചതുപോലെ സകല മനുഷ്യ വംശത്തിന്റെയും പ്രത്യാശ ആരുടെ മേൽ? ദൈവസഭയുടെ മേലാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവസഭയുടെ മേലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓർത്തുകൊള്ളുക. നിന്നാൽ തന്നെ ദൈവം ആ മുദ്ര പൊട്ടിപ്പാൻ ഇടവരുത്തുമാറാകട്ടെ. നിന്നാൽ തന്നെ ആ മുദ്ര പൊട്ടിപ്പാൻ ഇടവരുത്തുമാറാകട്ടെ. ഇതിങ്ങനെ വിശദമായിട്ട് സംസാരിപ്പാൻ എത്രയോ ഉണ്ട് സഹോദരങ്ങളെ. ഇവിടെയൊന്നും തീരൂല. പക്ഷെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുക. എന്താണ് ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം സ്വയം കൊള്ളരാത്തനായി പോകാതിരിപ്പാൻ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നത്? ജഡം അടിമപ്പെട്ടില്ല എങ്കിൽ ഞാൻ ആരാ? ആ വാക്യം പറഞ്ഞല്ലോ, കൊള്ളരുതാത്തവൻ. ജഡത്തെ ഞാൻ അടിമയാക്കിയില്ലെങ്കിൽ ഞാൻ കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ദൈവത്തിന് ഒന്നും പ്രയോഗിക്കാനില്ല. ഒന്നുമില്ല. നമുക്കിന്നൊന്ന് ചിന്തിക്കാം. നാം ആണോ യജമാനൻ? നമ്മുടെ ആത്മാവാണോ യജമാനൻ? അതോ നമ്മുടെ ശരീരമാണോ നമ്മുടെ യജമാനൻ? നാം ആണോ അടിമ? നമ്മുടെ ജഡമാണോ അടിമ? ഒന്ന് ചിന്തിക്കാം. ഓർക്കുക, ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കാൻ ആര് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർ ലജ്ജിച്ചു പോയിട്ടില്ല. ഒരു പ്രാവശ്യം ആയുഷ്കാലം മുഴുവനും ഈ ജഡത്തെയും ജഡത്തിന്റെ പ്രവൃത്തികളെയും ദണ്ഡിപ്പിച്ച് അടിമയാക്കുവാൻ ആര് മനസ്സ് വെച്ചിട്ടുണ്ടോ ലജ്ജിച്ചു പോയിട്ടില്ല. മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയില് നാം ഇന്ന് വായിച്ച സങ്കീർത്തനത്തില് ഒരു ഭാഗം ഞാനത് എടുത്ത് പറഞ്ഞില്ല. കർത്താവിന്റെ സ്തോത്രം. അത് വിശദീകരണം വന്നപ്പോൾ അത് ഇപ്രകാരം ദൈവം കൊണ്ടുവന്നു. എന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് അതിന്റെ വിശദീകരണത്തെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് കർത്താവിലേക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചതാണ് ഇത്രയും വർഷങ്ങളായി. എന്നാൽ ഇത് അവസാനമല്ല. പിന്നെയോ ഒരു ലക്ഷ്യം ദൈവം കണ്ടിരിക്കുന്നു. നമ്മൾ മറുത്തപ്പോഴും, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ തെറ്റിപ്പോയപ്പോഴും, നമ്മൾ അവിശ്വസ്തത കാണിച്ചപ്പോഴും വിശ്വസ്തനായിരുന്നു നമ്മെ ഒരു സ്ഥാനത്തെത്തിപ്പാൻ ഇന്ന് വരെ നടത്തിയ ദൈവം ഇതാ യോസേഫ് മുദ്ര പൊട്ടിച്ചതുപോലെ ഒരു മുദ്ര പൊട്ടിപ്പാനായി കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടുപോകുന്നു. ദൈവം തന്റെ ലക്ഷ്യത്തിൽ നമ്മെ എത്തിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ എത്തിക്കട്ടെ. അതുമൂലം നന്മ അനുഭവിപ്പാൻ സകല മനുഷ്യ വംശത്തിനിടവരട്ടെ, വിശേഷ സഭയ്ക്കിടവരട്ടെ. ദൈവങ്ങൾക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഞങ്ങളുടെ ജീവിതം കഴിച്ചുപോയ നാളുകൾ കർത്താവ് അറിയുന്നു. ദൈവമേ, യേശുവേ, ഞങ്ങളുടെ ആത്മാവ് അടിമപ്പെട്ടു പോകാതെ ഞങ്ങൾ ജഡത്തെ ഞങ്ങൾ അടിമയാക്കി സ്വന്തം നാവ് ഞങ്ങൾക്ക് വിരോധമാകാതിരിപ്പാൻ ദൈവമേ ഞങ്ങളെ തന്നെ സൂക്ഷിച്ച് ഞങ്ങളുടെ ജീവിതം കർത്താവെ യേശുവെ ധന്യമാക്കി തീർക്കുവാൻ കർത്താവ് ഞങ്ങൾ പ്രസാദിക്കണം. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെയും കർത്താവ് ക്ഷമിക്കണം, ബലപ്പെടുത്തണമേ. സ്തോത്രം. പ്രാർത്ഥിക്കും.